വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എനർജി ടോക്ക് വിത്ത് EMC. അറിവിന് ഊർജ്ജം പകരാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ ഇന്ന് ഇവിടെ ചെറിയൊരു പ്രസൻറ്റേഷൻ എടുക്കുന്നത് നമുക്ക് റിസ്ക് അസസ്മെൻറ്റിനെ കുറിച്ചിട്ടും റിസ്ക് അസസ്മെൻറ്റിൽ നമ്മൾ ഇൻഡസ്ട്രിയിലുള്ള ചില മിസ്കൺസെപ്ഷൻസിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകാമെന്നുള്ളൂ നമ്മുടെ ഡിസ്കഷന് മുമ്പ്. അപ്പോൾ നമ്മൾ ഒരു ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് 4 സോഴ്സസ് ഓഫ് ലൈറ്റ്നിങ് ഉണ്ട്. ഈ 4 സോഴ്സസ് ഓഫ് ലൈറ്റ്നിങ്ങിൻ്റെ ബേസിസിലാണ് ഈ റിസ്ക് അസസ്മെൻറ്റ് പോലും ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലൈറ്റ്നിങ് സ്ട്രൈക്കാണ് ഓൺ ടു ദ സ്ട്രക്ചർ ടു ബി പ്രൊട്ടക്റ്റഡ്. രണ്ടാമത്തത് നമുക്ക് അത് കാരണം ഉണ്ടാകുന്ന ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ റൈസ്, അത് പാർട്ട് 1ൻ്റെ തന്നെ ഒരു സബ്സെറ്റാണ്. പിന്നെ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ഓൺ ദി യൂട്ടിലിറ്റി ലൈൻ, ഒരു യൂട്ടിലിറ്റി ലൈനിൽ നേരിട്ട് ഒരു ഇടിമിന്നൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ. സ്ട്രൈക്ക് നിയർ എ യൂട്ടിലിറ്റി ലൈനിൻ്റെ അടുത്ത് ലൈറ്റ്നിങ് ഉണ്ടാകുന്നത് കൊണ്ടുള്ള ഇൻഡ്യൂസ്ഡ് എഫക്റ്റുകൾ. പിന്നെ സ്ട്രൈക്ക് നിയർ എ സ്ട്രക്ചർ. ഇങ്ങനെ 4 സോഴ്സസ് ഓഫ് ലൈറ്റ്നിങ് ആണുള്ളത്. ഈ 4 സോഴ്സസ് ഓഫ് ലൈറ്റ്നിങ് പ്രകാരം നമുക്ക് 4 റിസ്ക്കുകളുണ്ട്, 4 ലോസുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ബേസിക്കലി ഒന്ന് കവർ ചെയ്ത് പോകുന്നേ ഉള്ളൂ. നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് IEC 62305 ആണ്. ഇന്ത്യയിൽ ഇത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് IS/IEC 62305. മറ്റെല്ലാ സ്റ്റാൻഡേർഡുകളും അല്ലെങ്കിൽ കോഡുകളും റെഫർ ചെയ്യുന്നത് ഈ പാരൻറ്റ് സ്റ്റാൻഡേർഡിലോട്ടാണ്. നാഷണൽ ബിൽഡിംഗ് കോഡ് ആയിക്കോട്ടെ, നാഷണൽ ഇലക്ട്രിക് കോഡ് ആയിക്കോട്ടെ, ഇതെല്ലാം ഫോളോ ചെയ്യുന്നത് ഈ IEC സ്റ്റാൻഡേർഡിന് തന്നെയാണ്. 70 രാജ്യങ്ങളിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റാൻഡേർഡാണ്. ഇന്ത്യയുടെയും നാഷണൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ് അത് തന്നെയാണ്. ഇപ്പോൾ ഈ സ്റ്റാൻഡേർഡിൽ 4 പാർട്ടുകളാണുള്ളത്. പാർട്ട് 1 ജനറൽ പ്രിൻസിപ്പിൾസ്, പാർട്ട് 2 റിസ്ക് മാനേജ്മെൻറ്റ്, പാർട്ട് 3 സ്ട്രക്ചേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും, പാർട്ട് 4 അതിനകത്തുള്ള ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് കമ്പോണൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും. ഇതിൽ പാർട്ട് 2 ആണ് റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് റിസ്ക് മാനേജ്മെൻറ്റ് വേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. 100 മീറ്റർ നീളം, 50 മീറ്റർ വീതി, ഉയരം ഒരു 20 മീറ്റർ. ഞാനൊരു ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഈ ബിൽഡിങ്ങിൽ ഞാൻ ആദ്യം വിചാരിക്കുകയാണ് ഞാനിതിൽ എക്സ്പ്ലോസീവ്സ് സ്റ്റോർ ചെയ്യും. നൗ ലൈറ്റ്നിങ് മൂലം ഉണ്ടാകുന്ന ഫയറിൻ്റെ റിസ്ക് വളരെ ഹൈ ആണ്. ലെറ്റ്സ് സേ ബിൽഡിംഗ് ഞാൻ പണിതു. പക്ഷേ ബിൽഡിംഗ് പണിത് കഴിയുമ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്യാണ് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലോസീവ്സ് വെക്കുന്നില്ല, ഐ സ്റ്റോർ ഗ്രാനൈറ്റ് ഇൻസ്റ്റഡ്. സോ ഗ്രാനൈറ്റ് കല്ലുകളാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ലൈറ്റ്നിങ് റിസ്ക് ആ ബിൽഡിങ്ങിന് സെയിം ആയിരിക്കില്ല. അപ്പോൾ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസിൽ പോലും നമുക്ക് ലൈറ്റ്നിങ് കൊണ്ടുള്ള റിസ്ക് ചേഞ്ച് ആവും. അപ്പോൾ നമ്മളത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ എത്ര സിവിയർ ആയിട്ടുള്ള ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വേണമെന്ന് തീരുമാനിക്കുന്നത്, അതാണ് ഈ റിസ്ക് അസസ്മെൻറ്റ്. ഇപ്പോൾ സ്റ്റാൻഡേർഡിൽ നമുക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്ന് പറഞ്ഞ് 4 ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ലെവൽ 1ൽ ഞാനൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻ്റർസെപ്ഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99% ആണ്. അതായത് 100 ലൈറ്റ്നിങ് സ്ട്രൈക്കുകളിൽ 99 ലൈറ്റ്നിങ് സ്ട്രൈക്കുകളെയും അത് ഇൻ്റർസെപ്റ്റ് ചെയ്യും. ഒരു സ്ട്രൈക്കാണ് എൻ്റെ ബിൽഡിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്യാൻ സാധ്യതയുള്ളത്. അത് ടോളറബിൾ റിസ്ക് ആയിട്ട് എടുക്കുകയാണ്. അതേസമയം ലെവൽ 4 നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻ്റർസെപ്ഷൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 84% ആണ്. അപ്പോൾ 100ൽ 16 ഇപ്പോൾ എൻ്റെ ബിൽഡിങ്ങിൽ സ്ട്രൈക്ക് ചെയ്യും. ഈ 4 ലെവലുകളിൽ ഏത് ലെവലാണ് ഞാൻ ഡിസൈനിങ്ങിന് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നൊരു മെത്തേഡാണ് ഈ റിസ്ക് അസസ്മെൻറ്റ്, സിംപ്ലി സ്പീക്കിംഗ്. നോ, എന്താണ് സ്റ്റാൻഡേർഡുകൾ പറയുന്നത്? ഇപ്പോൾ സെൻട്രൽ ഇലക്ട്രിക് അതോറിറ്റി സേഫ്റ്റി റെഗുലേഷൻസിൽ പറയുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡും ആസ് ലോങ് ആസ് നത്തിങ് ഇസ് സ്പെസിഫൈഡ് ഇൻ ദാറ്റ് സ്റ്റാൻഡേർഡ് വി ഹാവ് ടു ഫോളോ ദി നാഷണൽ ബിൽഡിംഗ് കോഡ് ആൻഡ് ദി നാഷണൽ ഇലക്ട്രിക് കോഡ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡിനാണ് ഇമ്പോർട്ടൻസ്. ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ്സ് അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് റെഫർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇന്ത്യയിൽ നാഷണൽ ഇലക്ട്രിക് കോഡ് ലേറ്റസ്റ്റ് അവൈലബിൾ ആണ് 2023, നാഷണൽ ബിൽഡിംഗ് കോഡ് അവൈലബിൾ ആണ് 2016. പുതിയ ബിൽഡിംഗ് കോഡ് ഓൾറെഡി ഡ്രാഫ്റ്റ് റിലീസായിട്ടുണ്ട്, പുതിയത് ഉടനെ വരും. അത് രണ്ടും റെഫർ ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള IS/IEC 62305 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ റെഗുലേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇതേ റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സാണ് ആസ് പെർ IS/IEC 62305. റെഗുലേഷൻ 38(6) പറഞ്ഞിട്ടുണ്ട് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് ഷാൽ ബി ആസ് പെർ ദ റെലവൻറ്റ് സ്റ്റാൻഡേർഡ്. അതിൽ ഏതാണ് റെലവൻറ്റ് സ്റ്റാൻഡേർഡ് എന്നുള്ളതിനാണ് റെഗുലേഷൻ 14 നമ്മൾ ഫോളോ ചെയ്യുന്നത്. നാഷണൽ ബിൽഡിംഗ് കോഡിൽ ഈ ഒരു ടേബിൾ വൈഡ്ലി കൺഫ്യൂസ്ഡ് ടേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ആളുകൾ പലപ്പോഴും റിസ്ക് അസസ്മെൻറ്റ് ചെയ്യാതെ ഈ ഒരു ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് റെക്കമെൻഡ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് വിട്ടുപോകുന്നൊരു കാര്യം, അതിനടിയിൽ എഴുതിയിട്ടുള്ള നോട്ട്, ഡീറ്റെയിൽ റിസ്ക് അസസ്മെൻറ്റ് ഷുഡ് ബി ഡൺ ബിഫോർ എക്സിക്യൂഷൻ. ഇത് ഒരു ബഡ്ജറ്ററി എസ്റ്റിമേറ്റ് ഡിറൈവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെങ്കിലും നമ്മളൊരു ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യണമെന്നാണ് നാഷണൽ ബിൽഡിംഗ് കോഡ് പോലും പറഞ്ഞേക്കുന്നത്. അതേപോലെ നാഷണൽ ബിൽഡിംഗ് കോഡിലെ 11.3
the need for protection, the economic benefits of the installation protection measures, and the selection of adequate protection measures should be determined in terms of risk assessment. Risk assessment ചെയ്യണം തന്നെയാണ് നാഷണൽ ബിൽഡിംഗ് കോഡും പറയുന്നത്. നാഷണൽ ഇലക്ട്രിക് കോഡ് ഇതേ കാര്യം തന്നെ നാഷണൽ ഇലക്ട്രിക് കോഡിലും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ തന്നെ എഴുതിയേക്കുന്നത് നീഡ് ഫോർ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഓഫ് എ സ്ട്രക്ചർ ടു ബി പ്രൊട്ടക്റ്റഡ് ഇൻ ഓർഡർ ടു റിഡ്യൂസ് ദി ലോസ് ഓഫ് സോഷ്യൽ വാല്യൂസ് L1, L2 ആൻഡ് L3 ഷാൽ ബി എവാലുവേറ്റഡ്. സോ സെയിം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നാഷണൽ ഇലക്ട്രിക് കോഡ് SP 30/2023 ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് അസസ്മെൻറ്റ് മാൻഡേറ്ററി ആണെന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റുകളിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കി. ഇനി റിസ്ക് അസസ്മെൻറ്റ് എന്താണ് ഒരു ടിപ്പിക്കൽ പ്രോസസ്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ടേംസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇതിനകത്ത് പാർട്ട് 2 ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. റിസ്ക് അസസ്മെൻറ്റ് ഒരു മാത്തമെറ്റിക്കൽ പ്രോസസ്സാണ്. നമ്മളതിൽ ഒരു റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ടോളറബിൾ റിസ്ക് ഡിഫൈൻഡ് ആണ് സ്റ്റാൻഡേർഡിൽ. നമ്മൾ ഒരു റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് ഒരുപാട് പാരാമീറ്റേഴ്സ് റിസ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിലൊന്ന് ഫ്ലാഷ് ഡെൻസിറ്റി ഓഫ് എൻ ഏരിയ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചിൻ്റെ ഫ്ലാഷ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.9 സ്ട്രൈക്സ് പെർ സ്ക്വയർ കിലോമീറ്റർ പെർ ഇയർ. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഒരു വർഷത്തിൽ 6.9 സ്ട്രൈക്ക്, 7 സ്ട്രൈക്ക് നമുക്ക് റഫ്ലി എടുക്കാം. ഇതേ കാര്യം നമ്മൾ ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ 4.6 സ്ട്രൈക്സ് ആണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഒരു വർഷത്തിൽ 4.6 ആണ്. ഹൈദരാബാദിലാണെങ്കിൽ 2.8 ആയി. മുംബൈയിലാണെങ്കിൽ 1.6 ഉള്ളൂ. അപ്പോൾ ഒരേ ബിൽഡിങ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് റിസ്ക് ലെവൽസ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നീഡ് ഫോർ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷനും ഡിഫറൻ്റ് ആയിരിക്കും ഈ റീജൻസിൽ. ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്. അതേപോലെ ഡയമെൻഷൻ ഓഫ് ദ സ്ട്രക്ചർ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. ലൊക്കേഷൻ ഫാക്ടർ, എങ്ങനെയാണ് ഈ ബിൽഡിങ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇതിന് ചുറ്റും ഹയർ ഓബ്ജക്ട്സ് ഉണ്ടോ, അതോ ഇതാണോ അവിടുത്തെ ഹയർ ഓബ്ജക്റ്റ്, ഐസൊലേറ്റഡ് ഓബ്ജക്റ്റ് ആണോ, ചുറ്റും യാതൊരു ബിൽഡിങ്ങുകളും ഇല്ലാത്തൊരു ഓബ്ജക്റ്റ് ആണോ, അതോ ഒരു ഹിൽ ടോപ്പിലോ ഒരു നോളിൻ്റെയോ പുറത്തുള്ള ഒരു ബിൽഡിംഗ് ആണോ, ഇതൊക്കെയാണ് ലൊക്കേഷൻ ഫാക്ടറിൽ വരുന്നത്. ഇൻസുലേഷൻ ഫാക്ടർ ഫോർ പവർ സപ്ലൈ ഓർ ഡാറ്റ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ നമുക്ക് വരുന്ന പവർ ലൈനോ ഡാറ്റ ലൈനോ ഏരിയലാണോ, ബറീഡാണോ, ബറീഡാണെങ്കിൽ തന്നെ ഷീൽഡഡ് ആണോ, ഷീൽഡഡ് ആണെങ്കിൽ ട്രെഞ്ചിനകത്താണോ പറയുന്നത്, അങ്ങനത്തെ പാരാമീറ്റേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ എൻവയൺമെൻറ്റൽ ഫാക്ടർ, എങ്ങനത്തെ ഒരു ലൊക്കാലിറ്റിയിലാണ് നമ്മുടെ ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു അർബൻ ഏരിയ ആണോ, അർബൻ ഏരിയ വിത്ത് 20 മീറ്റേഴ്സ് ഓർ ടോളർ ബിൽഡിങ്സ് ഉള്ള ഏരിയ ആണോ, സബർബൻ ആണോ, റൂറൽ ആണോ, ഈ കാര്യങ്ങൾ. എക്യുപ്മെൻറ്റ് വിത്ത് സ്റ്റാൻഡ് ലെവൽ, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എക്യുപ്മെൻറ്റുകളുടെ ഇൻസുലേഷൻ വിത്ത് സ്റ്റാൻഡ് ലെവൽ എത്രയാണ്, ലെസ് ദാൻ 1.5 kV ആണോ, 2.5 ആണോ, ഓവർ വോൾട്ടേജ് കാറ്റഗറീസ് അവൈലബിൾ ആണ്, നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ എത്ര ആളുകൾ എത്ര മണിക്കൂർ ആ ബിൽഡിങ്ങിൽ അവൈലബിൾ ആണ്. കാരണം അൾട്ടിമേറ്റ് എയിം ഇസ് ടു സേവ് ഹ്യൂമൻ ലൈഫ്സ്. സോ അത് നമ്മളതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ടൈപ്പ് ഓഫ് സോയിൽ, ഒരു റൂമിൻ്റെ അകത്ത് ഉള്ള ഫ്ലോറിങ് എങ്ങനെയാണ്, വെദർ ഇറ്റ് ഈസ് കോൺക്രീറ്റ് ഓർ സെറാമിക്സ് യൂസ് ചെയ്യുന്നുണ്ടോ, ഇനി വുഡാണോ നമ്മുടെ ഫ്ലോറിങ്, അതല്ലാണ്ട് നമുക്ക് കാർപ്പറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമ്മുടെ സ്റ്റെപ്പ് ആൻഡ് ടച്ച് പൊട്ടൻഷ്യൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായതുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ അകത്ത് എന്താണോ ടൈപ്പ് ഓഫ് ഫ്ലോറിങ്, എക്സ്റ്റേണലി എന്താണ് ഫ്ലോറിങ്, വെദർ അഗ്രികൾച്ചറൽ സോയിലാണോ അതോ അസ്ഫോൾട്ട് ഉണ്ടോ, കോൺക്രീറ്റ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മുടെ റിസ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. പിന്നെ ഫയർ റിസ്ക്, ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതർ സ്ലൈഡ്സ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫാക്ടർ ഫോർ സ്റ്റെപ്പ് ആൻഡ് ടച്ച് പൊട്ടൻഷ്യൽ. പിന്നെ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയലുകൾ നമ്മൾ ബിൽഡിങ്ങിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടോ, ബിൽഡിങ്ങിനകത്ത് എക്സ്പ്ലോസീവ് സോൺസ് ഉണ്ടോ, വേറെ എന്താണ് അവിടെ സ്പെഷ്യൽ ഹസാർഡ്, എക്സിറ്റ് പോയിൻറ്റ്സിൻ്റെ എണ്ണം കുറവാണോ, അപ്പോൾ ഒരു ഫയറോ അതുപോലെ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ പാനിക് ലെവൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ, ഓവർ വോൾട്ടേജ് കാരണം ഡെത്ത് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കുക, ICUയിലുള്ള ഒരു പേഷ്യൻ്റ് ഒരു ഓവർ വോൾട്ടേജ് കാരണം ഒരു എക്യുപ്മെൻറ്റ് ഫെയിലിയർ ഉണ്ടായി ഒരു ഡെത്ത് ഉണ്ടാവാം. അതല്ല ഒരു ഹസാർഡസ് എക്സ്പ്ലോസീവ് സോൺ ആയിരിക്കാം, അവിടെ ലൈറ്റ്നിങ് കാരണം ഉണ്ടാകുന്ന ഒരു ഓവർ വോൾട്ടേജ് കാരണം ഉണ്ടാകുന്ന ഒരു സ്പാർക്കിൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു റിസ്ക് അസസ്മെൻറ്റിൽ ടേക്ക് കെയർ ചെയ്യുന്നതാണ്. ഞാനത് ഓരോന്നും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജനറിക് ആയിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മേ ബി ജോണി സാർ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടാവും. ലൈറ്റ്നിങ് ത്രെറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് അത് ത്രെറ്റിനെ കുറയ്ക്കാനുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുക, അതായത് ഇതുകൊണ്ടുള്ള റിസ്ക് കുറയ്ക്കാനുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യലാണ്. അപ്പോൾ അതിന് നമുക്ക് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, സർച്ച് പ്രൊട്ടക്ഷൻ മെഷേഴ്സ്, അതല്ലാതെ മറ്റ് പല മെഷേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ റിസ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ലൈറ്റ്നിങ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൺ വൺ സൈഡ് യു ഹാവ് ദി ടോട്ടൽ റിസ്ക്, കാൽക്കുലേറ്റഡ് റിസ്ക് ഓഫ് ദ ബിൽഡിംഗ്. നമ്മൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തു. നടുവിലുള്ള ആ തുലാസിൻ്റെ സെൻറ്റർ പോർഷനാണ് ടോളറബിൾ റിസ്ക്. നമ്മുടെ എയിം വി സ്റ്റാർട്ട് ആഡിങ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. അത് ചിലപ്പോൾ പ്രൊഡക്ട്സ് ആവാം, ചിലപ്പോൾ നമ്മൾ സിസ്റ്റത്തിലുള്ള ചേഞ്ചസ് ആയിരിക്കാം, നമ്മുടെ ആളുകളുടെ ബിഹേവിയറിലുള്ള ചേഞ്ചസ് ആയിരിക്കാം, ഇനി ഒന്നും അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഇലക്ട്രിക്കൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള ചേഞ്ചസ് ആയിരിക്കാം. പക്ഷേ നമ്മൾ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നു. ഈ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടു റിസ്ക് ഒന്ന് കുറഞ്ഞു. വീണ്ടും ടോളറബിൾ റിസ്കിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മെഷേഴ്സ് അഡാപ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അറ്റ് ദി ടോളറബിൾ ലെവൽ.
ഇതിനെ ഇനിയും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും വി ആഡ് ഫർദർ മോർ മെഷേഴ്സ് ടു ബ്രിങ് ഇറ്റ് ടു വെരി സേഫ് ലെവൽസ്. ഇതാണ് റിസ്ക് അസസ്മെൻറ്റിൽ ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു, പിന്നെ അതിനെ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് വെച്ച് ആ റിസ്കിനെ ടോളറബിൾ വാല്യൂസിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എപ്പോഴും പറ്റിക്കോണമെന്നില്ല. ഇപ്പോൾ റിസ്കിന് മൾട്ടിപ്പിൾ കമ്പോണൻസ് ഉണ്ട്. R1, R2, R3, R4 ഇതാണ് മേജറായിട്ടുള്ള 4 കമ്പോണൻസ്. ഈ കമ്പോണൻസിൽ പ്രൈമറി ഇമ്പോർട്ടൻസ് ഇസ് ഗിവൻ ടു റിസ്ക് ഓഫ് ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. കാരണം അതിൻ്റെ ടോളറബിൾ റിസ്ക് നോക്കി അറിയാം, 10⁻⁻⁵ ആണ് ഉള്ളത്. ഹ്യൂമൻ ലൈഫിനാണ് IEC സ്റ്റാൻഡേർഡ് സുപ്രീം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റിസ്ക് ഓഫ് ലോസ് ഓഫ് സർവീസ് ടു ദ പബ്ലിക് ആൻഡ് റിസ്ക് ഓഫ് ലോസ് ഓഫ് എക്കണോമിക് വാല്യൂ. അത് തേർഡാണ്. രണ്ടാമത് കൊടുക്കുന്നത് കൾച്ചറൽ ഹെറിറ്റേജിന്. ഇതാണ് 4 റിസ്ക്കുകൾ. അതിൽ റിസ്ക് ഓഫ് ലോസ് ഓഫ് സർവീസ് ടു ദ പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്, വാട്ടർ പോലുള്ള യൂട്ടിലിറ്റീസ്, അതായത് മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അഫക്റ്റ് ചെയ്യുന്ന സർവീസുകളിനെയാണ് നമ്മൾ റിസ്ക് ഓഫ് ലോസ് ഓഫ് സർവീസിൽ നമ്മൾ എഴുതുന്നത്. ഈ ഇൻഡസ്ട്രീസൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഒരു ഇൻഡസ്ട്രി അഫക്റ്റ് ആയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗെറ്റ് അഫക്റ്റഡ്. നൗ ഈച്ച് ആൻഡ് എവറി റിസ്കിന് മൾട്ടിപ്പിൾ റിസ്ക് കമ്പോണൻസ് ഉണ്ട്. ഈ റിസ്ക് കമ്പോണൻസ് ആണ് നമ്മൾ ഈ പ്രോസസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ R1 ആണെങ്കിൽ അതിൽ ഒരുപാട് റിസ്ക് കമ്പോണൻസ് ഉണ്ട്, R2 ആണെങ്കിൽ അതിന് ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ ബേസിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രോഡ്ലി സ്പീക്കിംഗ്, സോഴ്സ് ഓഫ് ഫയർ നമ്മൾ ആദ്യം, സോഴ്സ് ഓഫ് ലൈറ്റ്നിങ് നമ്മൾ ആദ്യം പറഞ്ഞു. ഡയറക്റ്റ് ലൈറ്റ്നിങ് സ്ട്രൈക്ക് കാരണം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മേജറായിട്ടുള്ള 3 റിസ്ക് കമ്പോണൻസ്: RA റിസ്ക് ഡ്യൂ ടു ടച്ച് പൊട്ടൻഷ്യൽ, RB റിസ്ക് ഡ്യൂ ടു ഫയർ, RC ലൈറ്റ്നിങ് ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് കാരണമുള്ള എക്യുപ്മെൻറ്റ് ഫെയിലിയർ. അങ്ങനെ സോഴ്സ് 2ന് ലൈറ്റ്നിങ് ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് ഒരു കമ്പോണൻ്റാണ്, RM എന്ന് പറഞ്ഞ കമ്പോണൻ്റായിട്ടാണ്. സോഴ്സ് 3ക്ക് നമുക്ക് 3 കമ്പോണൻസ് അവൈലബിൾ ആണ്. സോഴ്സ് 4ന് നമുക്കൊരു കമ്പോണൻറ്റ് അവൈലബിൾ ആണ്. ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി സോഴ്സിനനുസരിച്ചും ഈ റിസ്ക് കമ്പോണൻസ് കാറ്റഗറൈസ്ഡ് ആണ്. അൾട്ടിമേറ്റ് ഇക്വേഷൻ ഇതാണ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. RX = NX × PX × LX. അതിൽ NX എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ്നിങ് ഫ്ലാഷ് ഡെൻസിറ്റിയാണ്, ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്നിങ് സ്ട്രൈക്സ്. PX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഡാമേജ്. LX എന്ന് പറഞ്ഞാൽ ഡാമേജ് ഫാക്ടർ. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇനി കവർ ചെയ്യുന്നത് എന്താണ് സ്വതവേ നമ്മുടെ ഇൻഡസ്ട്രിയിൽ റിസ്ക് അസസ്മെൻറ്റിൽ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനൊരു C ഷേപ്പ് ബിൽഡിംഗ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ C ഷേപ്പ് ബിൽഡിങ്ങിൻ്റെ നമ്മൾ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ 90 മീറ്റേഴ്സ് വിഡ്ത്തും ഉണ്ട്, 90 മീറ്റേഴ്സ് ലെങ്ത്തും 50 മീറ്റേഴ്സ് വിഡ്ത്തും ഉണ്ട്. പക്ഷേ ഇത് C ഷേപ്പ് ബിൽഡിംഗ് ആണ്. ഇതൊരു കൺവെൻഷണൽ കളക്ഷൻ ഏരിയ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതിൽ 90 മീറ്റർ ലെങ്ത്ത് കൊടുക്കും, 50 മീറ്ററിൻ്റെ വിഡ്ത്തുള്ള ഒരു റെക്റ്റാങ്കുലർ ഏരിയയുടെ കളക്ഷൻ ഏരിയയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ കേസിൽ നമുക്ക് വന്ന കളക്ഷൻ ഏരിയ 32,609 മീറ്റർ സ്ക്വയർ ആണ് ഡയറക്റ്റ് ലൈറ്റ്നിങ് സ്ട്രൈക്കിന്. ഇൻഡയറക്റ്റ് ലൈറ്റ്നിങ് സ്ട്രൈക്കിന് 9,25,398 മീറ്റർ സ്ക്വയർ ആണ്. ഇതേ ബിൽഡിങ്ങിന് ഞാൻ കളക്ഷൻ ഏരിയ ഐ ട്രൈ ടു കാൽക്കുലേറ്റ് ഇറ്റ് ഫോർ ദ എക്സാക്ട് ഷേപ്പ് ഓഫ് ദ ബിൽഡിംഗ്. നെക്സ്റ്റ് കേസിൽ C ഷേപ്പ് ബിൽഡിംഗ് ഞാൻ ഡിഫൈൻ ചെയ്തു, കളക്ഷൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. ആക്ച്വൽ കളക്ഷൻ ഏരിയ ഇസ് മച്ച് ഹയർ ദാൻ വാട്ട് വി കാൽക്കുലേറ്റഡ് വിത്ത് എ റെക്ടാങ്കുലർ ബിൽഡിംഗ്. 32,656 മീറ്റർ സ്ക്വയർ ആണ് ഇതിൽ കളക്ഷൻ ഏരിയ വരുന്നത്. അതായത് മോർ കളക്ഷൻ ഏരിയ മീൻസ് മോർ റിസ്ക്. കളക്ഷൻ ഏരിയ ഫോർ ഇൻഡയറക്റ്റ് ലൈറ്നിങ് സ്ട്രൈക്ക് 9,25,000 ആയിരുന്നു പ്രീവിയസ് സ്ലൈഡിൽ റിമെമ്പർ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ 9,31,000 ആയി കളക്ഷൻ ഏരിയ. സോ അക്യുറേറ്റ് കളക്ഷൻ ഏരിയ എടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും കേസുകൾ നമ്മൾ കാണുന്നത് റെക്ടാങ്കുലർ ബിൽഡിംഗ് ആയിട്ട്, എത്ര കോംപ്ലക്സ് ബിൽഡിംഗ് ആയിക്കോട്ടെ, അതിനെ ഒരു സിമ്പിൾ റെക്ടാങ്കുലർ ബിൽഡിംഗ് ആക്കും, എന്നിട്ട് അതിൻ്റെ കളക്ഷൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. ആ ബിൽഡിങ്ങിൽ തന്നെ പലതരത്തിലുള്ള ഹൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവും. അതൊന്നും ഉണ്ടാവില്ല, മാക്സിമം ഹൈറ്റ് എടുക്കും, എന്നിട്ട് അതിനുള്ള കളക്ഷൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. അത് അക്യുറേറ്റ് ആയിട്ടുള്ള റിസ്ക് വാല്യൂസ് തരത്തില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഫയർ എക്സ്റ്റിങ്വിഷിംഗ് മെഷേഴ്സ് എന്താണ് അവൈലബിൾ ഉള്ളത് എന്നുള്ളത്. ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നമുക്ക് ഒന്നെങ്കിൽ നോ മെഷേഴ്സ്, ഒരു തരത്തിലുള്ള ഫയർ ഫൈറ്റിംഗ് പ്രിക്കോഷൻസും ഇല്ലെങ്കിൽ നോ മെഷേഴ്സ് എടുക്കാം. നമുക്ക് മാനുവൽ ഹൈഡ്രൻസ്, ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് അവൈലബിൾ ആണെങ്കിൽ മാനുവൽ ഫയർ എക്സ്റ്റിങ്വിഷർ എടുക്കാം. മിക്കവാറും ഹൈ റൈസ് ബിൽഡിങ്ങുകളിലൊക്കെ മാനുവൽ ഫയർ ഹൈഡ്രൻസ് ഇന്നുണ്ട്. പക്ഷേ ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ്ലേഴ്സ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഒരു മോളിൽ സ്പ്രിംഗ്ലേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോയിട്ട് ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്വിഷൻ എടുക്കും. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്ലോസ് മിസ് ചെയ്യും. ഓട്ടോമാറ്റിക് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം എടുക്കണമെന്നുണ്ടെങ്കിൽ IEC പ്രകാരം ഒരു സ്പെസിഫിക് ക്ലോസ് ഉണ്ട്. ഫയർമെൻ ഷുഡ് അറൈവ് വിത്തിൻ 10 മിനിറ്റ്സ്. സോ ഇഫ് ദ ഫയർമെൻ കനോട്ട് അറൈവ് അറ്റ് ദ പോയിന്റ് ഓഫ് ഫയർ വിത്തിൻ 10 മിനിറ്റ്സ്, ആ ക്ലോസ് എടുക്കാൻ പാടില്ല. നമ്മൾ മാനുവൽ ഫയർ റിസ്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് റിസ്ക് അസസ്മെൻറ്റിൽ നമ്മൾ ഇപ്പോൾ കാണുന്നതാണ്. പരക്കെ സ്പ്രിംഗ്ലർ ഉണ്ടോ, ഫയർ സെൻസേഴ്സ് ഉണ്ടോ, അലാം ഉണ്ടോ, ഓട്ടോമാറ്റിക് എടുക്കും. ഫയർമാൻ അവിടെ എത്തുന്നുണ്ടോ, 10 മിനിറ്റിനുള്ളിൽ എത്താൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് എവാലുവേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് റിസ്ക് അസസ്മെൻറ്റിൽ ചെയ്തു വരുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്.
Energy Talk with EMC, അറിവിന് ഊർജം പകരാം. Stay tuned for more updates and please subscribe our YouTube channel, Energy Management Center Kerala. Thank you.